കാൻഡൻ ഫെയറിൽ പങ്കെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ടോട്ടൽ ബയേഴ്സിന്റെ 5 to 8% ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷെ അതിൽ സക്സസ് ആകുന്ന ആളുകൾ 2% മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? കാൻഡൻ ഫെയറിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം. ഇവിടുത്തെ സോണുകളും ഹാളുകളും സ്റ്റാളുകളും സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലാണ് വളരെ ഷോർട്ട് സമയത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച മാനുഫാക്ചറെ മീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാൻഡൻ ഫെയറിന്റെ ഉള്ളിൽ എക്സിബിറ്റ് ചെയ്യുന്ന ആളുകളിൽ ട്രേഡേഴ്സും ഉണ്ട്, മാനുഫാക്ചേഴ്സും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടീമിന്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്താലുള്ള വ്യത്യാസം എന്താണ്, അവരെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള വ്യക്തമായ ധാരണ നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഒരു സ്റ്റാളിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ സീരിയസ് ആണ് എന്ന് എക്സിബിറ്ററെ ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത്. നമ്മളെ പ്രൊഡക്റ്റിന് ബെസ്റ്റ് റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചൈനയിലെ മാനുഫാക്ചർ റേറ്റ് എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള സ്കില്ല് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ലോജിസ്റ്റിക് എക്സ്പേർട്ട് ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി അത് നിങ്ങളുടെ പ്രൈസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാൻഡൻ ഫെയർ ട്രിപ്പ് കൊണ്ട് നിലവിലുള്ള നിങ്ങളുടെ ബിസിനസ്സിൽ വലിയൊരു ഗ്രോത്തോ പുതിയൊരു ബിസിനസ് തുടങ്ങുകയോ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഡു കോൺടാക്ട് ഗോ ഹെയർ ഫോർ യുവർ ദിസ് കാൻഡൻ ഫെയർ ട്രിപ്പ്. താങ്ക് യു.